പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് പച്ചയ്ക്ക് കള്ളം പറയുന്ന മേയറാണോ? അങ്ങനെ ചോദിക്കാൻ തോന്നുന്നത് ഇപ്പോൾ KSRTC ഡ്രൈവറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം വളരെ ശക്തമായിട്ട് വിവാദമായിരിക്കും. നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറാണ് ഇത്തരത്തിലുള്ളൊരു വിവാദമായ വിഷയം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് വലിയ വിഷയമായപ്പോൾ അവർ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നിട്ട് 4 കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ. ഒന്ന്, ആ ഡ്രൈവർ മദ്യപിച്ചിരുന്നു, അയാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടു, അങ്ങനെ ലഹരിക്ക് അടിമയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ കാറിനെ ഇടിക്കാൻ വന്നു, ഞങ്ങളുടെ കാറിന് സൈഡ് തരാതെ വന്നു, വളരെ റഷായിട്ടാണ് ഈ വാഹനം ഓടിച്ചത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നാൽ ആദ്യത്തെ കള്ളം തന്നെ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ്. പോലീസ് അപ്പോൾ തന്നെ ഒരു രാത്രി 10-10:15 മണിയോടുകൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇയാളെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വൈദ്യപരിശോധന നടത്തുന്നു. പക്ഷേ അദ്ദേഹം യാതൊരുവിധ ലഹരിയും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മേയർ എന്ന നിലയിൽ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ ഈ കള്ളം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. രണ്ടാമത് അവർ പറഞ്ഞത്, ഞങ്ങൾ വാഹനം ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ടൊന്നുമില്ല, തടഞ്ഞിട്ട് നിർത്തിയിട്ട്, ഞങ്ങളുടെ കാറ് ബസ്സിനെ തടഞ്ഞ് നിർത്തി എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ തടഞ്ഞിട്ട് നിർത്തിയൊന്നുമില്ല. അത് ട്രാഫിക് ലൈറ്റ് വന്നപ്പോൾ, ഗ്രീൻ സിഗ്നൽ വന്നപ്പോൾ ഞങ്ങളുടെ വാഹനം ഒരു സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി വന്ന് അയാളോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പുറത്തു വന്ന വിഷ്വൽസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ വിഷ്വൽസ് എല്ലാം പുറത്ത് വന്നിരിക്കുന്നു, ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു, അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടും ട്രാൻസ്പോർട്ട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് വരികയും സീബ്ര ലൈനിൽ കൊണ്ടുവന്ന് വാഹനം നിർത്തി KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ കള്ളം പൊളിയുന്നത് മേയറുടെ. ഞങ്ങൾ വാഹനത്തെ തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല, ചെയ്തിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ചട്ടങ്ങളനുസരിച്ച് ഏറ്റവും വലിയ കുറ്റമാണ്. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുക, സീബ്ര ലൈനിൽ വാഹനം നിർത്തിയിടുക. ഇത് രണ്ടും കൃത്യമായ ചട്ടലംഘനമാണ്. 177A വകുപ്പ് പ്രകാരം, ട്രാൻസ്പോർട്ട് ചട്ടങ്ങളനുസരിച്ച് 177A വകുപ്പ് പ്രകാരം കേസെടുക്കാനും ശിക്ഷിക്കാനുമുള്ള വകുപ്പുണ്ട്. പക്ഷേ നമ്മുടെ പോലീസ് അത് ചെയ്തിട്ടില്ല എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൂന്നാമത്തെ കള്ളം പറഞ്ഞത്, ഡ്രൈവർ മേയറോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ വാഹനത്തെ പിന്തുടർന്ന് ചെന്ന് അയാളോട് കാര്യങ്ങൾ ചോദിച്ചത് എന്നാണ്. ഇവിടെയും പച്ചയ്ക്ക് കള്ളം പൊളിയുന്നതാണ് കാണുന്നത്. ഒന്ന്, എങ്ങനെയാണ് ഈ ലൈംഗിക ചേഷ്ട നടത്തി? ബസ്സിനകത്ത്, ബസ് എന്ന് പറയുന്നത് വലിയ പൊക്കമുള്ള ഒരു വാഹനമാണ്, കാറ് അതിനേക്കാൾ വളരെ ചെറുതാണ്, രാത്രിയാണ് സംഭവം. ഈ കാറിൻ്റെ പുറകിലത്തെ സീറ്റിലാണ് മേയറും മറ്റുമൊക്കെ ഇരുന്നത്. അങ്ങനെ പുറകിലത്തെ സീറ്റിരുന്ന മേയറെ ഈ ബസ്സിനകത്തിരുന്നു കൊണ്ട്, അതും ഡ്രൈവറുടെ ക്യാബിനും തന്നെ ഇരുട്ട് നിറഞ്ഞ ഒരു ക്യാബിനാണ്, രാത്രിയാണ് എന്നുള്ളത് കൊണ്ടും അവിടെ ഇരുന്നു കൊണ്ട് ലൈംഗിക ചേഷ്ട കൈകൊണ്ടോ വിരൽ കൊണ്ടോ കാണിച്ചാൽ എങ്ങനെയാണ് മേയർ കാണുക? 2, വാഹനത്തിലെ ഡ്രൈവർ എന്ന നിലയിൽ പലപ്പോഴും കൈ പുറത്തിട്ട് ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും, ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും. പക്ഷെ അതിനെയെല്ലാം ലൈംഗിക ചേഷ്ടയാണെന്ന് വ്യാഖ്യാനിക്കാൻ നോക്കിയാൽ ആ വ്യാഖ്യാനിക്കുന്ന ആളിൻ്റെ ലൈംഗിക ആ ലൈംഗിക സ്വഭാവം എല്ലാത്തിലും ലൈംഗിക കാണുന്ന ഒരാളിൻ്റെ സ്വഭാവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പം മഞ്ഞ കാമാല പിടിച്ച ആൾക്കാർക്ക് കാണുന്നതെല്ലാം മഞ്ഞ എന്ന് തോന്നുന്നത് പോലെ, ഈ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തന്നെ നോക്കിയാൽ അത് ലൈംഗികമായ നോട്ടമാണ്, ആരെങ്കിലും ഒരു കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചാൽ അത് ലൈംഗികമായ ചേഷ്ടയാണ് എന്നൊക്കെ തോന്നുന്നത് ഉള്ളിലെപ്പോഴും ഈ വൃത്തികെട്ട ലൈംഗികത കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ അത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയൂ. സ്വാഭാവികമായിട്ടും ഈ ഡ്രൈവർ, ഈ യദു എന്ന് പറയുന്ന ആള് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ പിടിച്ചു നിൽക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുകയാണ്. ഇത് ഒരു തരം, ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഇതൊരു മറ്റാരെങ്കിലും ഉപദേശിച്ചത് കൊണ്ട്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ മേയർക്ക് ചില പ്രിവിലേജുകളുണ്ട്. മേയർ എന്നതിനേക്കാൾ ഉപരി
അവർ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകളെ ലൈംഗികമായി ചേഷ്ട കാണിച്ചു, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ചേഷ്ട കാണിക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നോക്കുകയോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുരുതരമായ ഒരു തെറ്റായിട്ട് മാറുകയും വലിയൊരു കേസാവുകയും ചെയ്യും. അപ്പോൾ ആരോ പ്രധാനമായിട്ടും ഏതെങ്കിലും വലിയ വക്കീലോ അതല്ലെങ്കിൽ മേയർക്ക് തന്നെ തോന്നുന്നതാണ്, കാരണം ഞാനൊരു സ്ത്രീയാണ്, അപ്പം എനിക്ക് ചില പ്രിവിലേജസ് ഉണ്ട്, എനിക്ക് വേണ്ടിയാണ് ഈ സമൂഹത്തിലെ ചില നിയമങ്ങളെല്ലാം നിൽക്കുന്നത്, അതുകൊണ്ട് ഇയാൾ എന്നെ ലൈംഗികമായി ചേഷ്ട കാണിച്ചു ബസ്സിലിരുന്നു കൊണ്ട്, അതുകൊണ്ട് എനിക്ക് അയാളെ ചോദിക്കണമെന്ന് തോന്നി, അത് എൻ്റെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ എൻ്റെ ആവശ്യമാണ്, കടമയാണ്, അല്ലെങ്കിൽ എൻ്റെ ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ ലൈംഗികമായി ചേഷ്ട കാണിച്ചു എന്ന് പറയാൻ തോന്നുന്നത് മേയറുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ ഉള്ളിൽ ഈ ലൈംഗികത, ഒരു മോശപ്പെട്ട ലൈംഗികത എപ്പോഴും നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു എന്ത് പറയാം, ഒരു എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഒരു നോവലില് ഒരു സ്ത്രീ ഒരു ഉത്സവ പറമ്പിൽ ചെന്ന് വല്ലാതെ ബഹളം ഉണ്ടാക്കും. ഇതാ എന്നെ കയറി പിടിച്ചേ, എന്നെ ഉപദ്രവിച്ചേ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബഹളം ഉണ്ടാക്കും. ആ സ്ത്രീ എന്ന് പറയുന്നത് വളരെ ഒരു സ്ത്രീ സൗന്ദര്യത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത വളരെ ഒരു വിരൂപിയായ ഒരു സ്ത്രീയാണ്. പക്ഷേ അവർക്ക് അവരുടെ വൈരൂപ്യം, എനിക്ക് സുന്ദരിയാണ്, ഞാൻ വലിയ ലൈംഗികത ഒക്കെ ഉള്ള നല്ലൊരു സുന്ദരിയാണെന്ന് കാണിക്കണം. അതിനുവേണ്ടി അവർ ഈ അമ്പലപ്പറമ്പിൽ ചെന്നിട്ട് ആരുടെയെങ്കിലും നോക്കിക്കൊണ്ട് ഇവൻ എന്നെ കയറി പിടിച്ച് എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആൾ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കി അവർ അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് 2 തല്ല് കൊടുക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മാനസികമായ ഒരു സന്തോഷമുണ്ടല്ലോ, അത് എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് അവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്ന് പറയാൻ കഴിഞ്ഞുവെന്നും അത് അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചുവെന്നും അപ്പോൾ എൻ്റെ സൗന്ദര്യത്തെ അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഒരുപക്ഷെ ആ മാനസികാവസ്ഥയായിരിക്കുമോ നമ്മുടെ മേയറെ കൊണ്ട് അത്തരത്തിൽ ഈ ഡ്രൈവർ വാഹനത്തിലിരുന്നു കൊണ്ട് ഈ ലൈംഗിക ചേഷ്ട നടത്തി എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ കള്ളം എന്ന് പറയുന്നത്, യാത്രക്കാരെ ആരെയും ഇറക്കി വിട്ടിട്ടില്ല എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടില്ല എന്നുള്ളതും പകൽ പോലെ പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് കള്ളമാണ്. ഇറക്കി വിട്ടിട്ടില്ല എന്ന് മേയർ പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളം തന്നെയാണ്. ഒരു വാഹനത്തിൽ ഒന്നുകിൽ ആക്സിഡന്റ് പറ്റി വാഹനം എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ അത് സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് യാത്രക്കാരെ അതിൽ നിന്നും പറഞ്ഞു വിടാറുണ്ട്. അതല്ലെങ്കിൽ ഈ ബസ് ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി കുഴപ്പമല്ലോ പറ്റിയാണെങ്കിലും ഈ ബസ് അവിടെ നിന്നും ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ട് മറ്റേതെങ്കിലും വാഹനത്തിൽ കയറ്റി വിടാറുണ്ട്. പക്ഷെ ഒരു മേയർക്ക് അല്ലെങ്കിൽ ഒരു MLA-ക്ക് ഒരു സർവീസ് നടത്തുന്ന ഒരു വാഹനത്തെ തടഞ്ഞു നിർത്താൻ എവിടെ നിന്നാണ് അധികാരം? ആരാണ് അവർക്ക് ഇങ്ങനെ അധികാരം കൊടുത്തത്? ഇവർ ഈ പറയുന്നത് ആരെയും ഇറക്കി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമല്ലേ? ആ ബസ് മണിക്കൂറുകളോളം ആ റോഡിൽ അങ്ങനെ കിടന്നു. ഡ്രൈവറെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോകുന്നു. ഈ വാഹനം എടുക്കാനും ആരില്ലാതെ ആകുന്നു. യാത്രക്കാർ റിസർവ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് റിസർവ് ചെയ്ത് വരുന്ന യാത്രക്കാർക്ക് അവരുടെ അവകാശമാണ് അവരെ ടിക്കറ്റ് എത്തേണ്ട ഇടത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ള ട്രാൻസ്പോർട്ടുകാരുടെ അധികാരമാണ്, യാത്രക്കാരുടെ അവകാശമാണ് അവർക്ക് അവിടെ ഇറങ്ങുക എന്നുള്ളത്. പക്ഷേ വഴിയിൽ അതിനെ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പൗരാവകാശ ലംഘനവും ഈ മേയർ നടത്തിയിരിക്കുകയാണ്. യാത്രക്കാരൻ്റെ അവകാശത്തെ പോലും ലംഘിച്ചുകൊണ്ട് യാത്രക്കാരെ ഇറക്കി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു മേയർക്ക് ഇത്രയും പച്ചക്കള്ളം പറയാനും ഇത്രയും അധികാരത്തിൻ്റെ ഗർവ് കാണിക്കാനും ഒക്കെ ഒരു ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മൾ മനസ്സിലാക്കുന്നു, ഈ ഭരണത്തിന് കീഴിൽ എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്, എൻ്റെ നേതാവാണ് ഭരിക്കുന്നത്, ഞാനാണ് ഇവിടുത്തെ മേയർ, എൻ്റെ ഭർത്താവ് ഇവിടുത്തെ ഒരു MLA ആണ്. അപ്പോൾ ഈ അധികാര ഗർവെല്ലാം കൂടെ കാണിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ സ്ത്രീ കഥാപാത്രം പറയുന്ന പോലെ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇപ്പോൾ കുറേ കാലം തൊട്ട് എനിക്ക് വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല, എന്നാൽ പിന്നെ ഒരു വേലത്തരം കാണിച്ചിട്ട് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി കളയാം എന്നൊക്കെ ഈ മേയർ കുട്ടി വിചാരിച്ചു വച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ ജനങ്ങൾ പഴയതുപോലെയല്ല. അവർ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മേയർ എന്ന പദവി ദുരുപയോഗം ചെയ്തിരിക്കുന്നു, അതിൻ്റെ പവിത്രത ഇല്ലാതാക്കിയിരിക്കുന്നു, അതിൻ്റെ പക്വത ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയെയും വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി പഴയതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിനും
എന്ത് കോപ്രായവും കേരള സമൂഹത്തിൽ കാണിക്കാം എന്ന ധാരണ ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പ്രസ്ഥാനത്തേക്ക് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരു വില്ലനാണ്, നാട്ടിൽ പിന്നെ തിന്മകളും അനാവശ്യങ്ങളും അഴിമതികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പിന്നെ തിന്മയുടെ ഭാഗമാണ് എന്ന് ജനങ്ങൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങളുടെ ഈ ബസ് വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാശത്തിന്റെ വക്കിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് കുറച്ചും കൂടി ഊർജിതാവസ്ഥ ഉണ്ടാക്കാൻ മാത്രമേ നിങ്ങളുടെ ഈ ബസ് വിവാദം സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നുകൂടി മനസ്സിലാക്കിയാൽ നല്ലത്.